ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, അതായത് LLP, അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. നരേഷ് ചന്ദ്ര കമ്മിറ്റി റെക്കമെൻഡേഷൻ പ്രകാരം LLP ബിൽ 2006 രാജ്യസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2006 ഡിസംബർ 15 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം അത് പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് വിടുകയും ചെയ്തു. അങ്ങനെ പാർലമെൻ്ററി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം LLP ബിൽ 2006 വിഡ്രോ ചെയ്യാൻ തീരുമാനിക്കുകയും ഫ്രഷ് ബിൽ LLP ബിൽ 2008, അതിന് പകരം പുതിയൊരു ബില്ല് LLP ബിൽ 2008 എന്നുള്ള പേരിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും തീരുമാനിച്ചു. ഈ LLP ബിൽ 2008 പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത്, അതിൻ്റെ പ്രസിഡന്റിൻ്റെ അസന്റ് കിട്ടുന്നത് 2009 ജനുവരി 7 അങ്ങനെ LLP ആക്ട് 2008 നിലവിൽ വരികയും ചെയ്തു. അതിനുശേഷം മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് LLP ആക്ട് 2008 31/3/2009 മുതൽ പ്രാബല്യത്തിൽ വരും എന്നുള്ളത് നോട്ടിഫൈ ചെയ്യുകയും ചെയ്തു. അപ്പം LLP ആക്ട് 2008 വിത്ത് ഇഫക്റ്റ് ഫ്രം 31/3/2009 നിലവിൽ വരുന്നത്. എന്താണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്? ഹൈബ്രിഡ് സ്ട്രക്ചർ വിത്ത് അഡ്വാൻറ്റേജ് ഓഫ് പാർട്ണർഷിപ്പ് ആൻഡ് കോർപ്പറേറ്റ് എൻറ്റിറ്റി. പാർട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെയും കോർപ്പറേറ്റ് എൻറ്റിറ്റി ബിസിനസ്സിൻ്റെയും കൂടി അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു ഹൈബ്രിഡ് സ്ട്രക്ചറാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റ് ആയിരിക്കും. അതിനൊരു ലിമിറ്റ് ഉണ്ടാകും. അതായത് എത്രത്തോളം അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ അത്രത്തോളം ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പരിധിക്ക് അനുസരിച്ചായിരിക്കും അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത്. സാധാരണ പാർട്ണർഷിപ്പിൽ നമുക്കറിയാം അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി കൂടി ലയബിളാണ്. പക്ഷേ LLPയുടെ പ്രധാനമായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് പാർട്ണേഴ്സിൻ്റെ ലയബിലിറ്റി തന്നെയാണ്, അത് ലിമിറ്റാണ്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഏത് സൈസ് ഓഫ് ബിസിനസ്സും പാർട്ണർഷിപ്പ് ഫോമിൽ നമുക്ക് നടത്താൻ പറ്റുന്നതാണ് LLP എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടു പ്രൊട്ടക്റ്റ് ഇറ്റ്സ് പാർട്ണേഴ്സ് ഫ്രം ദി കെയർലെസ്നെസ് ഓർ നെഗ്ലിജൻസ് ഓഫ് എ കൊളീഗ്. അതായത് കൂടെയുള്ള പാർട്ണേഴ്സിൻ്റെ കാരണം കൊണ്ടുണ്ടാവുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ലയബിലിറ്റികളുണ്ട്. ഈ ലയബിലിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൂടിയാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. LLPയുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകൾ ഓർത്ത് വെക്കുക. നമ്മൾ പറഞ്ഞു LLPയുടെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണെന്ന് പറഞ്ഞു. പക്ഷേ 2 എക്സെപ്ഷൻ കേസുകളുണ്ട്. ഒന്ന് ഇൻ കേസ് ഓഫ് ഫ്രോഡാണ്. എന്തെങ്കിലും ഫ്രോഡുകൾ പാർട്ണേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ അവിടെ നമ്മൾ ഈ പറഞ്ഞ ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കില്ല, അതിന് എക്സെപ്ഷൻ കേസാണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് പാർട്ണേഴ്സ് ഈസ് റെഡ്യൂസ്ഡ് ടു 1 ആൻഡ് LLP കണ്ടിന്യൂസ് ഫോർ 6 months. അതുപോലെ തന്നെ പാർട്ണേഴ്സിൻ്റെ എണ്ണം 1 ചുരുങ്ങുകയും അതിനുശേഷം LLP 6 മാസത്തേക്ക് കണ്ടിന്യൂ ആയിട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ, 6 മാസത്തിൽ കൂടുതൽ ബിസിനസ് LLP പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെയും പാർട്ണറുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കില്ല, ലിമിറ്റഡ് ആയിരിക്കില്ല. മറ്റൊരു പ്രത്യേകത പറയുന്നത് പെർപ്പച്വൽ എക്സിസ്റ്റൻസ് ആണ്. നമ്മൾ കമ്പനിയുടെ ഒക്കെ പറയുന്ന പോലെ പെർപ്പച്വൽ എക്സിസ്റ്റൻസ് ഉണ്ട് LLPക്ക് എന്ന് പറയുന്നത്. അതായത് വൈൻഡ് അപ്പ് ചെയ്യുന്നത് വരെ ഇതിൻ്റെ ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും. മറ്റൊരു കാര്യം പറയുന്നത് പറഞ്ഞു നോ പേഴ്സണൽ ലയബിലിറ്റി ഓഫ് ദി പാർട്ണർ ഫോർ ഡെബ്റ്റ്സ് ഓഫ് ദി LLP. LLPയുടെ ഡെബ്റ്റ്സിന് പാർട്ണറുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ലയബിൾ ആയിരിക്കില്ല. മറ്റൊരു കാര്യം സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട് എന്നുള്ളതാണ്. LLPക്ക് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. LLPക്ക് ക്യാൻ ഓൺ പ്രോപ്പർട്ടി, അതായത് അതിന് സ്വന്തമായി പ്രോപ്പർട്ടി ഉണ്ടാക്കാം, അല്ലെങ്കിൽ സ്വന്തമായി പ്രോപ്പർട്ടി അതിൻ്റെ പേരിൽ വെക്കാം. അതുപോലെ തന്നെ ക്യാൻ സ്യൂ ആൻഡ് ബി സ്യൂഡ് ഇൻ ഇറ്റ്സ് നെയിം. ഈ LLPയുടെ പേരിൽ നമുക്ക് കേസ് കൊടുക്കാം. LLPയുടെ പേരിൽ എന്ത് ചെയ്യാൻ പറ്റും, മറ്റൊരാൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും. മറ്റൊരു കമ്പനിക്കെതിരെ അല്ലെങ്കിൽ മറ്റൊരു ഫേമിനെതിരെ കേസ് കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ LLPക്കെതിരെ മറ്റൊരാൾക്ക് കേസ് കൊടുക്കാനും കഴിയും. ഇങ്ങനെ 2 രീതിയിലും കഴിയും. അതായത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. LLP വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു പാർട്ണറുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് LLP എഗ്രിമെൻറ്റ് പ്രകാരം ഈ പാർട്ണറുടെ എമൗണ്ട് എത്രയാണോ റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ളത് അത്രയായിരിക്കും ആ പാർട്ണറുടെ ലയബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോട്ട് സബ്ജക്റ്റ് ടു ഫുൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ്. അതായത് കമ്പനിയുടേതും പോലെ ഫുൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് ഒന്നും LLPക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ നോട്ട് റിക്വയർഡ് ടു ഹാവ് എ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രകാരമല്ല, അല്ലെങ്കിൽ അത് ആവശ്യമില്ല. അതിന് പകരം ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേഷൻസ് ആർ ഓൺ ദി ബേസിസ് ഓഫ് എ മ്യൂച്വൽ എഗ്രിമെൻറ്റ്. ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റിൻ്റെ ബേസിലാണ് ഓർഗനൈസേഷൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈസി ടു എക്സിറ്റ് ആൻഡ് വൈൻഡ് അപ്പ് ആൻഡ് വിഡ്രോ ക്യാപിറ്റൽ. ഇവിടെ ഒരു LLP എക്സിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ വിഡ്രോ ചെയ്യാൻ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. അതുപോലെ തന്നെ ടാക്സ് അഡ്വാൻറ്റേജ് ഉണ്ട്. കോർപ്പറേറ്റ് എൻറ്റിറ്റിക്കൊക്കെ ഉള്ളതുപോലെ തന്നെ ടാക്സ് അഡ്വാൻറ്റേജും ഈ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിന് ഉണ്ടാകും. LLPയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഡെസിഗ്നേറ്റഡ് പാർട്ണർ. സെക്ഷൻ 7, 8 ആൻഡ് 9 ആണ് ഡെസിഗ്നേറ്റഡ് പാർട്ണറുമായി ബന്ധപ്പെട്ടത്. സെക്ഷൻ 2(1) സബ്സെക്ഷൻ J designated partner, അതായത് DP means a partner designated under section 7 as a DP. According to section 7, minimum of 2 DPs
required of which at least one designated partner needs to be an Indian resident. ഇപ്പോൾ സെക്ഷൻ 7 പ്രകാരം 2 ഡെസിഗ്നേറ്റഡ് പാർട്ണർമാർ മിനിമം ഉണ്ടാവണം. അതിൽ ഒരു ഡെസിഗ്നേറ്റഡ് പാർട്ണർ നിർബന്ധമായിട്ടും ഇന്ത്യൻ റെസിഡൻ്റ് ആയിരിക്കണം എന്നും പറയുന്നുണ്ട്. ഇൻ എ LLP വെയർ ഓൾ പാർട്ണേഴ്സ് ആർ ബോഡി കോർപ്പറേറ്റ്സ്. ഇപ്പോൾ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിൽ എല്ലാം ബോഡി കോർപ്പറേറ്റ്സുകളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ഇൻഡിവിജ്വൽസ് ഹു ആർ നോമിനീസ് ഓഫ് സച്ച് ബോഡി കോർപ്പറേറ്റ്സ് ടു ആക്ട് ആസ് DP. അപ്പോൾ ഈ ബോഡി കോർപ്പറേറ്റ്സിൻ്റെ നോമിനീസ് ആയിട്ടുള്ള മിനിമം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ഇൻഡിവിജ്വൽസ് എന്തിരിക്കണം, ഡെസിഗ്നേറ്റഡ് പാർട്ണറായിട്ട് ആക്ട് ചെയ്തിരിക്കണം. ദെൻ LLP എഗ്രിമെൻറ്റ് പ്രകാരമാണ് ഇവരുടെ അപ്പോയിൻമെൻറ്റും അവരെ ചേഞ്ച് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും അതുപോലെ തന്നെ അവർക്കിടയിലുള്ള വർക്ക്സ് അസൈൻ ചെയ്യുന്നതും ഡെലിഗേറ്റ് ചെയ്യുന്നതൊക്കെ. ഡെസിഗ്നേറ്റഡ് പാർട്ണറെ അപ്പോയിൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇൻഡിവിജ്വൽ ടു ഗീവ് ഹിസ് പ്രിയർ കൺസെൻറ്റ് ടു ദി LLP ടു ആക്ട് ആസ് DP. DP ഡെസിഗ്നേറ്റഡ് പാർട്ണറായിട്ട് ആക്ട് ചെയ്യാനുള്ള പ്രിയർ കൺസെൻറ്റ് ഇൻഡിവിജ്വൽ LLPക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ LLP ടു ഫയൽ ദി പർട്ടിക്കുലേഴ്സ് ഓഫ് DP വിത്തിൻ 30 days ഓഫ് ഹിസ് അപ്പോയിൻമെൻറ്റ്, ടെർമിനേഷൻ ഓർ ചേഞ്ചസ് ഇൻ പർട്ടിക്കുലേഴ്സ്. സെക്ഷൻ 7 സബ്സെക്ഷൻ 4 പ്രകാരം LLP എന്ത് ചെയ്തിരിക്കണം, 30 ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്തിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ്? ഡെസിഗ്നേറ്റഡ് പാർട്ണറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ടെർമിനേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ചേഞ്ചസ് ഇൻ പർട്ടിക്കുലേഴ്സ്, ഇതെല്ലാം 30 ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്തിരിക്കണം എന്നതാണ് സെക്ഷൻ 7 സബ്സെക്ഷൻ 4 പറയുന്നത്. അതുപോലെ തന്നെ ഡെസിഗ്നേറ്റഡ് പാർട്ണർക്ക് DPIN കിട്ടുന്നു. DPI എന്ന് പറഞ്ഞാൽ ഡെസിഗ്നേറ്റഡ് പാർട്ണർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കിട്ടുന്നതാണ്. അത് DIN നമ്പർ പോലെ തന്നെയാണ്, അതായത് ഡയറക്ടർക്ക് കിട്ടുന്ന DIN നമ്പർ, ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ പോലെ തന്നെയാണ് DPIN എന്ന് പറയുന്നത്. സെക്ഷൻ 8 പ്രകാരം ഡെസിഗ്നേറ്റഡ് പാർട്ണർക്കുള്ള ലയബിലിറ്റീസ് പറയുന്നു. ഓൾ കംപ്ലയിൻസ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി LLP ആർ വിത്ത് ദി ഡെസിഗ്നേറ്റഡ് പാർട്ണർ. അതായത് ഒരു LLPക്കുള്ള എല്ലാ നിയമപരമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയും ഡെസിഗ്നേറ്റഡ് പാർട്ണർക്കാണ് ഉണ്ടായിരിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫയലിംഗ് ഓഫ് ഡോക്യുമെൻറ്റ്സ് വിത്ത് രജിസ്ട്രാർ, അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സ്, സൈനിങ് ഓഫ് അക്കൗണ്ട്സ്, ഇങ്ങനെയുള്ള എല്ലാ നിയമപരമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയും ഡെസിഗ്നേറ്റഡ് പാർട്ണറിലായിരിക്കും ഉണ്ടാവുക. LLPയുടെ റെസ്പോൺസിബിലിറ്റി ആണ് അത്, പക്ഷേ ഡെസിഗ്നേറ്റഡ് പാർട്ണർക്കായിരിക്കും അതിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലയബിൾ ടു ഓൾ ദി പെനൽറ്റീസ് ദാറ്റ് ആർ ഇമ്പോസ്ഡ് ഓൺ ദി LLPക്ക് വേണ്ടിയിട്ട് ചുമത്തപ്പെട്ടിട്ടുള്ള എല്ലാ പെനൽറ്റിയുടെയും ലയബിലിറ്റി എന്ന് പറയുന്നത് ഡെസിഗ്നേറ്റഡ് പാർട്ണർക്കായിരിക്കും, അയാൾക്കായിരിക്കും അതിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. സെക്ഷൻ 9 പ്രകാരം പറയുന്നത് ചേഞ്ചസ് ഇൻ ഡെസിഗ്നേറ്റഡ് പാർട്ണറാണ്. ഇൻ കേസ് ഓഫ് എ വേക്കൻസി ഇൻ ദി ഓഫീസ് ഓഫ് ഡെസിഗ്നേറ്റഡ് പാർട്ണർ ദ LLP ടു അപ്പോയിൻറ്റ് ന്യൂ ഡെസിഗ്നേറ്റഡ് പാർട്ണർ വിത്തിൻ 30 days. ഒരു ഡെസിഗ്നേറ്റഡ് പാർട്ണറുടെ വേക്കൻസി LLPയിൽ വരികയാണെന്നുണ്ടെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ ഡെസിഗ്നേറ്റഡ് പാർട്ണറെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. If at any time there are no designated partners or only one designated partner, each partner of the LLP shall be deemed to be a designated partner. അതായത് ഏതെങ്കിലും സമയത്ത് ഡെസിഗ്നേറ്റഡ് പാർട്ണേഴ്സ് ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ 2 എണ്ണം വേണമെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്, അതിൽ ഒരു ഡെസിഗ്നേറ്റഡ് പാർട്ണർ ആയിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ LLPയുടെ എല്ലാ പാർട്ണേഴ്സും ഡെസിഗ്നേറ്റഡ് പാർട്ണറായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവരെ കണക്കാക്കുകയാണ് ചെയ്യുന്നത്. സെക്ഷൻ 10 പ്രകാരം പറയുന്നത് പെനൽറ്റീസ് ഫോർ കോൺട്രവെൻഷൻ ഓഫ് സെക്ഷൻ 7, 8, 9 ആണ്. 7, 8, 9 ഡെസിഗ്നേറ്റഡ് പാർട്ണേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ഈ സെക്ഷനിൽ എന്തെങ്കിലും കോൺട്രവെൻഷൻ വരികയാണെങ്കിൽ അതിൻ്റെ പെനൽറ്റിയാണ് സെക്ഷൻ 10 പറയുന്നത്. ഫോർ കോൺട്രവെൻഷൻ ഓഫ് സെക്ഷൻ 7 സബ്സെക്ഷൻ 1 അത് പറയുന്നത് മിനിമം പെനൽറ്റി ഓഫ് ₹10,000 ആണ് ആൻഡ് മാക്സിമം ഓഫ് ₹5 lakh ആണ്. പിന്നെ പറയുന്നത് ഫോർ കോൺട്രവെൻഷൻ ഓഫ് സെക്ഷൻ 7 സബ്സെക്ഷൻ 4, 8 or 9. 7 സബ്സെക്ഷൻ 4ഉം 8ഉം 9ഉം എന്തെങ്കിലും കോൺട്രവെൻഷൻ വരികയാണെങ്കിൽ അവിടെ മിനിമം പെനൽറ്റി ഓഫ് ₹10,000 ആണ്, മാക്സിമം ഓഫ് ₹1 lakh ആണ് പെനൽറ്റി എന്ന് പറയുന്നത്. പെനൽറ്റി ടു ബി ലെവീഡ് ഓൺ ദി LLP ആസ് വെൽ ആസ് ദി പാർട്ണേഴ്സ്. ഇവിടെ പെനൽറ്റി വരുന്നത് LLPക്കും അതുപോലെ തന്നെ പാർട്ണേഴ്സിനും ഒരുമിച്ചാണ് ഇവിടെ പെനൽറ്റി വരുന്നത് എന്നുള്ളതും കൂടി ഓർമ്മിക്കുക. LLPയുടെ ഇൻകോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് റിക്വയർമെൻറ്റ്സ് ആണ്. പാർട്ണേഴ്സ് മിനിമം 2 ഡെസിഗ്നേറ്റഡ് പാർട്ണേഴ്സ് റിക്വയർഡ്, നോ ലിമിറ്റ് ഓൺ മാക്സിമം പാർട്ണേഴ്സ്. ഇവിടെ മിനിമം 2 ഡെസിഗ്നേറ്റഡ് പാർട്ണേഴ്സ് ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്, പക്ഷേ മാക്സിമം പാർട്ണേഴ്സിന് ലിമിറ്റ് ഇല്ല. ക്യാപിറ്റൽ അതേപോലെ നോ ലിമിറ്റ് ഓൺ മിനിമം ആൻഡ് മാക്സിമം ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷന് മിനിമമോ മാക്സിമോ അങ്ങനെ ഒരു ലിമിറ്റും LLPയിലില്ല. അതുപോലെ തന്നെ നെയിം, അറ്റ്ലീസ്റ്റ് 2 പ്രപ്പോസ്ഡ് നെയിംസ് ആർ റിക്വയർഡ്. 2 പ്രപ്പോസ്ഡ് നെയിംസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ LLP എഗ്രിമെൻറ്റ് പ്രൊവൈഡിംഗ് ദി നെയിം, ഒബ്ജക്റ്റ്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ണേഴ്സ്, കോൺട്രിബ്യൂഷൻ ബൈ പാർട്ണേഴ്സ്, ഇൻട്രസ്റ്റ് ഓർ റെമ്യൂണറേഷൻ പേയബിൾ ടു പാർട്ണേഴ്സ്, ഡ്യൂറേഷൻ ഓഫ് LLP, വൈൻഡിങ് അപ്പ് പ്രൊസീജിയേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് LLP എഗ്രിമെൻറ്റിൽ പറയേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇൻകോർപ്പറേഷൻ്റെ സമയത്ത് നോ നീഡ് ടു ഫയൽ LLP എഗ്രിമെൻറ്റ് ഫയൽ ചെയ്യേണ്ട കാര്യമില്ല. ഇൻകോർപ്പറേഷൻ സമയത്ത് ക്യാൻ ബി ഫയൽഡ് വിത്തിൻ 30 days ഓഫ് ഇൻകോർപ്പറേഷൻ.
അവിടെ ഇൻകോർപ്പറേഷൻ കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ LLP എഗ്രിമെൻറ്റ് ഫയൽ ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്.